എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. കേരള PSC മെയിൻ എക്സാം സിലബസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. KGT യോഗ്യതയുള്ള പോസ്റ്റുകളിലേക്കുള്ള മെയിൻ എക്സാം സിലബസിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്ഷനാണ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിന് 40 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. First question, the method of moving items on a slide is called. The method of moving items on a slide is called. Options: Option A, animation. Option B, motion path. Option C, advanced presentation. Option D, all of the above. അതായത് ഒരു സ്ലൈഡിലെ ഐറ്റംസിനെ മൂവ് ചെയ്യാനുള്ള മെത്തേഡിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് ആനിമേഷൻ, മോഷൻ പാത്ത്, അഡ്വാൻസ് പ്രസൻറ്റേഷൻ, ഓൾ ഓഫ് ദി എബവ്. ഇവിടുത്തെ ആൻസർ വരുന്നത് മോഷൻ പാത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in Microsoft PowerPoint, in order to see all the slides on one screen use. In Microsoft PowerPoint, in order to see all the slides on one screen use. Options പറയാം. Option A, view slide sorter. Option B, view slide. Option C, view master. Option D, view slideshow. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൽ ഒരു സ്ക്രീനിൽ എല്ലാ സ്ലൈഡ്സും കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന ഓപ്ഷൻസ്: ഓപ്ഷൻ എ, വ്യൂ സ്ലൈഡ് സോർട്ടർ. സെക്കൻഡ് ഓപ്ഷൻ, വ്യൂ സ്ലൈഡ്. തേർഡ് ഓപ്ഷൻ, വ്യൂ മാസ്റ്റർ. ഫോർത്ത് ഓപ്ഷൻ, വ്യൂ സ്ലൈഡ് ഷോ. ഇവിടുത്തെ ആൻസർ വ്യൂ സ്ലൈഡ് സോർട്ടർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when using PowerPoint to play a PowerPoint show for previewing the show, select. When using PowerPoint to play a PowerPoint show for previewing the show, select. Options A, view slide sorter. Option B, view slide. Option C, view slideshow. Option D, view outline. അതായത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പവർ പോയിൻ്റ് യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ പവർ പോയിൻ്റ് ഷോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ലൈഡ്സിനെയൊക്കെ പ്രിവ്യൂ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ആ പവർ പോയിൻ്റ് ഷോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടുത്തെ ആൻസർ വരുന്നത് വ്യൂ സ്ലൈഡ് ഷോ ആണ്. View slideshow. Next question, what are lines, curves, freeform and scribble? What are lines, curve, freeform and scribble? Options: Option A, emphasis effects that can be applied to animations. Option B, types of custom motion paths. Option C, predefined entrance and exit effects. Option D, all of the above. അതായത് ലൈൻസ്, കേർവ്സ്, ഫ്രീ ഫോം ആൻഡ് സ്ക്രിബിൾ ഇതൊക്കെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ആൻസർ വരുന്നത് ടൈപ്സ് ഓഫ് കസ്റ്റം മോഷൻ പാത്സ്. അതായത് ഈ ലൈൻസ്, കേർവ്, ഫ്രീ ഫോം, സ്ക്രിബിൾ എന്നൊക്കെ പറയുന്നത് കസ്റ്റം മോഷൻ പാത്സ് ആണ്. അത് ടൈപ്സ് ഓഫ് കസ്റ്റം മോഷൻ പാത്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് അഡ്വാൻസ് ദ സ്ലൈഡ്സ് ഇൻ എ സ്ലൈഡ് ഷോ വ്യൂ? Which of the following will not advance the slides in a slideshow view? Options: escape key, the spacebar, the enter key, the mouse button. Escape key, the spacebar, the enter key, the mouse button. അതായത് താഴെ പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ സ്ലൈഡ് ഷോ വ്യൂവിൽ അഡ്വാൻസ് ചെയ്യാത്ത ഒരു ഓപ്ഷൻ ഏതാണെന്നാണ്. സ്ലൈഡ് ഷോയിന് അഡ്വാൻസ് ചെയ്യാൻ സഹായിക്കാത്ത കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എസ്കേപ്പ് കീ ആണ്. നമുക്കറിയാം എസ്കേപ്പ് കീ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ ഒരു ആക്ഷൻ
ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എസ്കേപ്പ് കീ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ആഡ് എ ഹെഡർ ഓർ ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. ടു ആഡ് എ ഹെഡർ ഓർ ഫൂട്ടർ ടു യുവർ ഹാൻഡ് ഔട്ട് യു ക്യാൻ യൂസ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ the title master, option B the slide master, option C the handout master, option D all of the above. അതായത് ഹെഡറും ഫൂട്ടറും ഒരു ഹാൻഡ് ഔട്ടിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ദ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണ്. അതായത് ദ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണ് നമ്മുടെ ഹാൻഡ് ഔട്ടിന് ഹെഡറും ഫൂട്ടറും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. Next question, which of the following bypasses the print dialog box when printing individual slides or an entire presentation? Which of the following bypasses the print dialog box when printing individual slides or an entire presentation? Options: option A file, print, preview, option B the print button, option C file, print, option D Ctrl+P. Option A file, print, preview, option B the print button, option C file, print, option D Ctrl+P. അതായത് ഇവിടെ പറയുന്നത് ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ ഇൻഡിവിജ്വൽ സ്ലൈഡ്സ് പ്രിൻ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ പ്രസൻറ്റേഷൻ പ്രിൻ്റ് ചെയ്യുമ്പോഴോ ഈ പ്രിൻറ്റ് ഡയലോഗ് ബോക്സിനെ ബൈപ്പാസ് ചെയ്യാൻ സഹായിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ദ പ്രിൻറ്റ് ബട്ടൺ ആണ്. പ്രിൻറ്റ് ബട്ടൺ ആണ് ഇതിന് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസൻറ്റേഷൻ ഡിസൈൻസ് റെഗുലേറ്റ് ദ ഫോർമാറ്റിംഗ് ആൻഡ് ലേഔട്ട് ഫോർ ദ സ്ലൈഡ് ആർ കോമൺലി കോൾഡ്. പ്രസൻറ്റേഷൻ ഡിസൈൻസ് റെഗുലേറ്റ് ദ ഫോർമാറ്റിംഗ് ആൻഡ് ലേഔട്ട് ഫോർ ദ സ്ലൈഡ് ആൻഡ് ആർ കോമൺലി കോൾഡ്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഡിസൈൻ പ്ലേറ്റ്സ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി പ്ലേസ് ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി ബ്ലൂ പ്രിൻറ്റ്സ്. ഓപ്ഷൻ എ ഡിസൈൻ പ്ലേറ്റ്സ്, ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ്, ഓപ്ഷൻ സി പ്ലേസ് ഹോൾഡേഴ്സ്, ഓപ്ഷൻ ഡി ബ്ലൂ പ്രിൻറ്റ്സ്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ സ്ലൈഡിൻ്റെ ലേഔട്ടും ഫോർമാറ്റിങ്ങും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷൻ ഡിസൈൻസിനെ കോമൺലി പറയുന്നത് എന്താണെന്നാണ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ടെംപ്ലേറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവൈഡ്സ് എ printed copy of your presentation? Which of the following provides a printed copy of your presentation? Option A outline, option B speaker notes, option C audience handouts, option D all of the above. Option A outline, option B speaker notes, option C audience handout, option D all of the above. അതായത് താഴെ പറയുന്നവയിൽ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ പ്രിൻറ്റഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓഡിയൻസ് ഹാൻഡ് ഔട്ട്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ എലമെൻറ്റ്സ് ക്യാൻ യു മോഡിഫൈ യൂസിങ് ദ സ്ലൈഡ് മാസ്റ്റർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ എലമെൻറ്റ്സ് ക്യാൻ യു മോഡിഫൈ യൂസിങ് ദ സ്ലൈഡ് മാസ്റ്റർ? ഓപ്ഷൻസ്: സ്ലൈഡ് കമൻറ്റ്സ്, ഓപ്ഷൻ ബി സ്ലൈഡ് ട്രാൻസിഷൻസ്, ഓപ്ഷൻ സി സ്പീക്കർ നോട്ട്, font and color, option D all of the above. Option A slide comments, option B slide transitions, option C speaker note, font and color, option D all of the above. അതായത് താഴെ പറയുന്ന പ്രസൻറ്റേഷൻ എലമെൻറ്റ്സിൽ ഏതാണ് ഒരു സ്ലൈഡ് മാസ്റ്ററിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് സ്ലൈഡ് ട്രാൻസിഷൻസ് ആണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.